ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള മിസൈൽ ആക്രമണം പുനരാരംഭിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ആശങ്കപ്പെടുന്ന വിവരമാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പുതുതായി ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമായി വരുന്നത്. അപകടകരമായ സംഘർഷം എന്താണ്? ഗൾഫ് രാജ്യങ്ങളുടെ പൊതു പ്രതികരണം. ലോകരാജ്യങ്ങളും വിഷയത്തിൽ ഇടപെടുമോ? അക്കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തുമ്പോഴും എങ്ങനെ ഇടപെടും എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുമില്ല. പരമാധികാരം ലംഘിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ കടന്നു കയറി ആക്രമണം നടത്തി എന്താണ് ഗൾഫ് രാജ്യങ്ങളുടെ ആകെ വികാരമായി അവരുടെ പൊതു പ്രതികരണത്തിൽ വരുന്നത്. യു എയിലാണെങ്കിൽ അബുദാബിയിലും ദുബൈയിലും ആക്രമണ ശ്രമമുണ്ടായി, ഖത്തറിൽ ദോഹയിൽ ആക്രമണമുണ്ടായി, കുവൈറ്റിൽ, സൗദി അറേബ്യയിലെ റിയാദിൽ ഉൾപ്പെടെ ആക്രമണ ശ്രമമുണ്ടായി, ബഹ്റിനിലും ജോർദാനിലും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരം മറികടന്നുകൊണ്ട് അതിർത്തി ലംഘിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. അക്കാര്യത്തിൽ ഏത് നിലയിലായിരിക്കും ഗൾഫ് രാജ്യങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പ് സ്വീകരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. അതിനിടയിലാണ് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരിൽ ആക്രമണം പുനരാരംഭിച്ചു എന്ന ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. ഈ ലോകരാജ്യങ്ങളുടെ പ്രതികരണം എന്ന നിലയിൽ UN ഇടപെടുന്നുണ്ടല്ലോ, പക്ഷേ UNന്റെ ഇടപെടലും പരിമിതമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ അമേരിക്ക ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ UNന്റെ ഇടപെടലും പരിമിതമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ സുരേഷ് വെള്ളിമുറ്റം തുറന്നുണ്ട്. സുരേഷ്, ഈ ദുബൈയിലെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഒരിടം പോലെയാണല്ലോ, കാരണം അത്രയധികം ഇന്ത്യക്കാരും മറ്റു ദേശക്കാരുമുള്ള സ്ഥലമാണല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്കും അതിന്റെ ആശങ്കയുടെ ആഴം വർദ്ധിക്കുക തന്നെയാണ്. ഇത് ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെതാണ് ഈ ദൃശ്യം എന്ന് പറയുന്നത്. ജബൽ അലി, പാം ജുമൈറ ആ ഭാഗത്തു നിന്നുമുള്ളത്. അവിടെ ഫെയർമൗണ്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലും സ്ഥലവും ഒക്കെ ഉള്ള അവിടെ നിന്നുമുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് നേരിട്ട് മിസൈൽ വന്ന് പതിച്ചതല്ല, മറിച്ച് ആകാശത്ത് വെച്ച് മിസൈൽ നിർവീര്യമാക്കിയപ്പോൾ, മിസൈൽ തകർത്തപ്പോൾ അതിന്റെ ഭാഗമായി അവശിഷ്ടങ്ങൾ താഴെ വീണതാണ്. പക്ഷെ താഴെ വീണിട്ടും അത് പൊട്ടുന്ന ശബ്ദം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം വളരെ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം ഇപ്പോൾ ഇറാൻ നടത്തുന്നുണ്ട്. അത് സൈനിക താവളങ്ങൾ എന്നുള്ള ആ ഒരു പരിധി എല്ലാം വിട്ടിരിക്കുന്നു. ആ ജനവാസ മേഖലകളിലേക്ക് ഇറാന്റെ മിസൈലുകൾ വരുന്നുണ്ട്. അത് അങ്ങനെയെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ ഇപ്പോൾ UAE ഉൾപ്പെടെ നിലപാട് എന്താകും? ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം എന്നത് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ വീണ്ടും ആക്രമണം പുനരാരംഭിച്ചു എന്താണ്. അതിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ സംസാരിച്ചു എന്ന വിവരം വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ US ബേസ് ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് അപ്പുറത്തേക്ക് ഇറാന്റെ ആക്രമണം വരുമ്പോൾ എന്ത് പ്രതിരോധ നടപടിയിലേക്ക് പോകും? അതൊരു യുദ്ധസങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോകുമോ? ഗൾഫ് രാജ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്, സൗദി അറേബ്യ, UAE, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിരുന്നത് മറ്റൊരു ഇറാനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കാനോ തങ്ങളുടെ വ്യോമപാതയോ അല്ലെങ്കിൽ കര നാവിക പാതകളൊന്നും വിട്ടുകൊടുക്കില്ല എന്നാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അതായത് ഇറാനെ തങ്ങളുടെ വ്യോമ അതിർത്തിയിലൂടെയോ അല്ലെങ്കിൽ കരയിലൂടെയോ കടലിലൂടെയോ ഒന്നും ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇനി ഒരു പക്ഷേ അക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ അത് അതിഭീകരമായിട്ടുള്ള ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഇനി GCC രാജ്യങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഇപ്പോൾ സൗദി അറേബ്യയുടെ പ്രതികരണമാണ് നേരത്തെ വന്നിട്ടുള്ളത്. ഈ ആക്രമിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നാണ് സൗദി അറേബ്യ വ്യക്തമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ GCC ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ വന്ന് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ രാജ്യങ്ങളൊക്കെ പോകുകയുള്ളൂ. അതായത് ഇപ്പോൾ പ്രതിരോധമാണ്, ആക്രമണത്തിലേക്ക് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പോകുന്നില്ല. ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ മാത്രമാണ് ഈ രാജ്യങ്ങൾ നേരിട്ടൊരു ആക്രമണം ഒരു കാരണവശാലും ഇറാനിലേക്ക് നടത്തില്ല. മറിച്ച് ഇവിടെയൊക്കെ തന്നെയുള്ള അമേരിക്കൻ ബേസുകളുണ്ട്, അവർക്ക് കൂടുതൽ ഇളവുകൾ നൽകുകയോ അതുവഴി ഒരു പക്ഷേ ഇറാനിലേക്കുള്ള ഒരു ആക്രമണത്തിന്റെ സാധ്യത അതൊക്കെ വേണം മനസ്സിലാക്കാൻ. പക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനങ്ങളൊന്നും GCC രാജ്യങ്ങളിലേക്ക് പോയിട്ടില്ല. ഒരുപക്ഷെ മുൻപ് ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്ന നിലപാടുകൾ നമ്മൾ നോക്കുമ്പോൾ GCC രാജ്യങ്ങൾ എന്തായാലും ഒരു വളരെ വിശാലമായിട്ടൊരു ചർച്ചയും വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മസംയമനവും ഒക്കെ പാലിച്ചതിന്റെ ശേഷം മാത്രമേ അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പോകുകയുള്ളൂ. പക്ഷെ ഇപ്പോഴും എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വലിയ ജനത്തിലേക്കുള്ള ജനവാസ മേഖലകളിലേക്ക് നേരിട്ടുള്ള ആക്രമണമാണെങ്കിലും അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ വീണിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതുവരെ അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ദുബായിലെ ഏറ്റവും തന്ത്രപ്രധാന കേന്ദ്രം അല്ലെങ്കിൽ ഏറ്റവും വിദേശ വിനോദസഞ്ചാരികൾ ഏറ്റവും അധികം എത്തുന്ന സ്ഥലമാണ് പാം ജുമൈറ. ആ ഭാഗത്തേക്കൊക്കെയാണ് അവശിഷ്ടങ്ങൾ വീഴുന്നത് നമ്മൾ കാണുന്നത്.